الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد خاتم النبيين. أما بعد. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, ഇന്ന് നമുക്കെല്ലാവർക്കും ഒരു പ്രത്യേക ദിവസമാണ്. ഈ ദിവസത്തിൻ്റെ പ്രത്യേകതയും നന്മയും എല്ലാം ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ന് ദുആ ചെയ്തിട്ടുള്ളത്. അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു തആല നമ്മുടെ നാട്ടിന് സമാധാനവും ശാന്തിയും നിലനിർത്തി തരട്ടെ. അതിനെല്ലാം ഉതകുന്ന ഭരണകൂടത്തെ അള്ളാഹു നിശ്ചയിക്കുകയും ചെയ്യട്ടെ. അള്ളാഹു തആല നമ്മുടെ വിഷയങ്ങളിലൊക്കെയും വിചാരിച്ചതിലപ്പുറം വിജയം പ്രദാനം ചെയ്യട്ടെ. സർവനാശങ്ങളിൽ നിന്ന്, ആപത്ത് മുസീബത്തിൽ നിന്ന് നമ്മളെയും രാജ്യത്തെ ജനങ്ങളെയും അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അബീ ദർദാ റളിയല്ലാഹു അൻഹു قال بينما نحن عند رسول الله صلى الله عليه وسلم نتذاكر ما يكون إذ قال رسول الله صلى الله عليه وسلم إذا سمعتم بجبل زال عن مكانه فصدقوه وإذا سمعتم برجل تغير عن خلقه فلا تصدقوا به فإنه يصير إلى ما جبل عليه. رواه الإمام أحمد. അല്ലാഹു തആല എല്ലാം അറിയുകയും എല്ലാം കണക്കാക്കുകയും നിശ്ചയിക്കുകയും ചെയ്തിട്ടുണ്ട്. അവൻ്റെ അറിവിൽ പെടാത്തതില്ല. അവന് ഭൂതം, വർത്തമാനം, ഭാവി എന്നിങ്ങനെ കാലഭേദമില്ല. ഏത് സമയത്ത് എന്തെല്ലാം ഉണ്ടാകും എന്നെല്ലാം നേരത്തെ കാലേക്കൂട്ടി അറിയുന്ന അറിവാളനാണ് അല്ലാഹു. അല്ലാമുൽ ഗുയൂബ്. ദൃശ്യമല്ലാത്ത ധാരാളം വിഷയങ്ങൾ എല്ലാം ദൃശ്യം പോലെ തന്നെ അറിവുള്ളവനാണ് അല്ലാഹു ജല്ല ജലാലുഹു. അവന് ചില ആളുകൾക്കൊക്കെ ചിലത് കണക്കാക്കിയിട്ടുണ്ട്. ഓരോ വ്യക്തിയുടെയും വ്യക്തിത്വം വ്യത്യസ്തമായിരിക്കും. കനം കൂടിയതുണ്ടാവും, കനം കുറഞ്ഞതുണ്ടാകും, മാറ്റ് കൂടിയതുണ്ടാവും, മാറ്റ് കുറഞ്ഞതുണ്ടാവും, തിളക്കമുള്ളതുണ്ടാവും, തിളക്കം കുറഞ്ഞതുണ്ടാവും. പലതരത്തിലും ഓരോ മനുഷ്യന്റെയും സ്വഭാവ പ്രകൃതികൾ, വ്യക്തിത്വ വിശേഷണങ്ങൾ വ്യത്യസ്തമായിരിക്കും. പക്ഷെ ഓരോരുത്തർക്കും ഒരളവ് അല്ലാഹു തആല കണക്കാക്കിയിട്ടുണ്ടാവും. അടിസ്ഥാനപരമായി എല്ലാവർക്കും അങ്ങനെ ഓരോന്നും അല്ലാഹു കണക്കാക്കിയിട്ടുണ്ടാവും. ഈ അടിസ്ഥാനത്തിൽ നിന്ന് മാറാൻ ആ വ്യക്തിക്ക് എങ്ങനെ ശ്രമിച്ചാലും കഴിയില്ല. ചില ട്രീറ്റ്മെന്റുകൾ, ചില ക്ലാസുകൾ, മോട്ടിവേഷനുകൾ കിട്ടിയാൽ ചില വിശേഷ ഗുണങ്ങളിലൊക്കെ ചെറിയ ചില വ്യത്യാസങ്ങൾ പുറം ഉണ്ടാകും. പക്ഷെ ഒറിജിനൽ എപ്പോഴും പുറന്തോട് മാറ്റി പുറത്തേക്ക് വരും എന്നുള്ള യാഥാർത്ഥ്യം അള്ളാഹുവിന്റെ തിരുദൂതർ നമ്മളെ പഠിപ്പിക്കുകയാണ്. അബൂ ദർദാ റളിയല്ലാഹു അൻഹു വലിയൊരു സാത്വികനാണ്, ആബിദാണ്, സൂഫിയാണ്. അദ്ദേഹത്തിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട തിരുനബിയുടെ ഒരു സംഭവം. ബൈനമാ നഹ്നു ഇൻദ റസൂലില്ലാഹ്, ഞങ്ങൾ അല്ലാഹുവിന്റെ തിരുദൂതരുടെ സമീപം സല്ലല്ലാഹു അലൈഹി വസല്ലം നതദാക്കറു മാ യകൂൻ, അവിടെ ഇരുന്നിട്ട് ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സംഭവിക്കുന്ന കാര്യങ്ങൾ. ഇപ്പൊ തന്നെ മഴ ഇല്ലാന്ന് പറഞ്ഞു മഴ പെയ്യാൻ തുടങ്ങിയപ്പോഴേ പ്രളയമായി, മരണമായി, ആപത്തായി, വിപത്തുകളായി, ഇങ്ങനെ ഓരോന്ന്. ഇനി എന്തൊക്കെ ഉണ്ടാകുക, അതിന് ഉണ്ടാകുന്ന കാര്യങ്ങൾ, ഈ ലോകത്ത് നടക്കുന്ന വിഷയങ്ങളെ കുറിച്ചൊക്കെ, സംഭവിക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്തിരിക്കവേ അള്ളാഹുവിന്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ സമിഅ്തും ബിജബലിൻ സാല അൻ മകാനിഹി ഫസദ്ദിഖൂ, നിങ്ങൾ കേൾക്കുന്ന പക്ഷം ഇന്നാലിന്ന സ്ഥലത്ത് ഉണ്ടായിരുന്ന പർവ്വതം ഇപ്പോൾ അതില്ല, അത് അവിടുന്ന് നീങ്ങിപ്പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ആ പർവ്വതം തകർന്ന് തരിപ്പണമായി പോയിട്ടുണ്ട്, ഇപ്പോൾ ആ പർവ്വതം അവിടെ ഇല്ല, അല്ലെങ്കിൽ പർവ്വതം നിന്നിടത്ത് നിന്ന് മാറി വേറെ ഏതോ ഒരു നാട്ടിൽ പോയി പൊന്തി നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പോലും ഫസദ്ദിഖൂഹു, നിങ്ങൾ വിശ്വസിച്ചോളൂ, അംഗീകരിച്ചോളൂ.
സാധ്യതയുള്ള വിഷയമാണത്. ഒരു മല ഉള്ളിടത്തുനിന്ന് മാറി വേറുള്ളിടത്ത് പോയിട്ട് നിൽക്കുക സാധ്യതയുള്ള ഒരു വിഷയമാണ്. ഉള്ള ഒരു സ്ഥലത്ത് കണ്ട മല പിന്നെ കാണാതാവുക സാധ്യതയുള്ള കാര്യമാണ്. കാരണം കുല്ലുൻ ഫീ ഫലകിൻ യസ്ബഹൂൻ യാസീനിൽ നമ്മൾ ഓതുന്നതാണ്. എല്ലാ ഗോളങ്ങളും, ഭൂമിയുണ്ട്, ആകാശമുണ്ട്, ചന്ദ്രനുണ്ട്, സൂര്യനുണ്ട്, ഇതര നക്ഷത്രങ്ങളുണ്ട്, ഗോളങ്ങളുണ്ട്, എല്ലാം ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനൊക്കെയും ചലനങ്ങളുണ്ട്. ഈ ഭൂമിക്കും ചലനങ്ങളുണ്ട്. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമിയിൽ അതൊക്കെ സംഭവിക്കാം, സാധാരണമാണ്, അത് അസംഭവ്യമല്ല. അതേസമയം ഒരു വലിയ മനുഷ്യനെ കുറിച്ച് നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ അയാളുടെ പണ്ടത്തെ സ്വഭാവമൊക്കെ മാറ്റിയിട്ടുണ്ട്, ഇപ്പൊ നന്നായിട്ടുണ്ട് എന്ന് നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ അത് വിശ്വസിക്കരുത്, അത് നിങ്ങൾ അംഗീകരിക്കണ്ട. കാരണം അവൻ തിരിച്ചു പോകും. ഇപ്പൊ ഉണ്ടായത് ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു പുറംപൂക്ക് മാറ്റം മാത്രമാണ്, പുറംപൂച്ച് മാത്രമാണ്. ആ മാറ്റേ ഉള്ളൂ. പക്ഷേ യസ്വീറു ഇലാമാ ജുബില്ല അലൈഹി, ഏതൊരു സ്വഭാവത്തിന്മേലാണോ അടിസ്ഥാനപരമായി അവനെ അല്ലാഹു തആല പ്രകൃതപ്പെടുത്തിയതെങ്കിൽ അതിലേക്ക് തന്നെ ഓൻ പോവുള്ളൂ. ഓന്റെ പഴയ സ്വഭാവം കാണിക്കാതിരിക്കൂല. ഓൻ പ്രസിഡന്റ് ആയാലും കാണിക്കും, പ്രധാനമന്ത്രി ആയാലും കാണിക്കും, ഇനി രാഷ്ട്രപതി ആയാലും കാണിക്കും, ആരും കാണിക്കും. നമുക്കറിയില്ലേ, ഇപ്പൊ അടുത്തൊരു പാർട്ടിയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് ഒരു വാർത്താ സമ്മേളനത്തിൽ ഇരുന്നപ്പോ ഓന്റെ വായിലൂടെ ചില വാക്കുകൾ വന്നു. അത് കേൾക്കാൻ പറ്റാത്തൊരു വാക്കാണ്, ഒരു മാന്യനായ ആളുടെ വായിൽ നിന്ന് വരുന്നതല്ല. പക്ഷെ അതെന്താ, അയാൾ ചെറുപ്പം മുതലേ ആ തോന്നിയാസം പറയുന്ന പ്രകൃതക്കാരനാണ്. പക്ഷെ അയാളെ പിടിച്ച് നേതാവായപ്പോഴോ അയാൾ അങ്ങനെ തന്നെ കുറച്ചൊക്കെ കാണാൻ ശ്രമിക്കും, വരാതിരിക്കാം. പക്ഷെ എന്നാലും അറിയാണ്ട് ചിലപ്പോഴൊക്കെ ഉള്ളുന്നു വന്നു. അപ്പൊ ഈ ഒറിജിനൽ, ഈ പുറന്തോട് മാറി ഒറിജിനൽ പുറത്തേക്ക് വരികയാണ്. അപ്പൊ അതുകൊണ്ട് മനുഷ്യന്റെ ഈ പ്രകൃതത്തെ മാറ്റാൻ കഴിയില്ല. അതെപ്പോഴും അങ്ങനെ തന്നെ നല്ല ബുദ്ധിയുള്ള ആളാണ്. പാരമ്പര്യമായിട്ട് ഓരൊക്കെ നല്ല ബുദ്ധിയുള്ള ആളുകളാണ്. ബുദ്ധിയുള്ള ഒരിക്കലും ഒരു സാഹചര്യത്തിലും അയാൾ വിഡ്ഢിയാകൂല. എന്നാൽ ചില മനുഷ്യന്മാരുടെ പ്രകൃതം തന്നെ വിഡ്ഢിത്തമായിരിക്കും. അയാൾ എത്ര വലിയ സ്ഥാനപതിയായാലും അയാളുടെ വിഡ്ഢിത്തം അയാളിൽ നിന്ന് വിട്ടുമാറൂല. ചില ആളുകൾക്ക് ധർമ്മ മനസ്കതയായിരിക്കും ഉണ്ടാകുക, പരസഹായം, ആരോടും അയ്യഭാവം, സഹതാപം. അങ്ങനെയുള്ള മനുഷ്യൻ സഹായിക്കാൻ കഴിയാത്ത ദരിദ്ര ഘട്ടങ്ങളിലാണെങ്കിൽ പോലും അയാൾ ആ സഹനശേഷി, ഈ സഹകരണ മനോഭാവം, ധർമ്മ മനസ്ഥിതി അയാൾ പുലർത്തും. വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒക്കെ അയാൾ ചെയ്യും. എന്ന് പറഞ്ഞാൽ ഇനി കാശ് കൊടുത്ത് മറ്റുള്ളവരെ സഹായിക്കുന്ന ധർമ്മ മനസ്ഥിതിയുള്ള ആളാണെങ്കിൽ അയാള് ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ അകപ്പെട്ടു പോയാലും വേറൊരാൾ എന്തെങ്കിലും വന്ന് ആവശ്യപ്പെട്ടാൽ പോലും ഉള്ളത് എങ്ങനെ ഉണ്ടാക്കി എടുത്തു കൊടുക്കും. അത് അയാളുടെ പ്രകൃതമാണ്. അതുപോലെ ചില ആളുകൾക്ക് വല്ലാത്തൊരു ഷജാഅത്തായിരിക്കും, ധീരത. ഈ ധീരത അല്ലാഹു തആല കൊടുക്കുന്നതാണ്. ആരെയും ഏത് മല പോലത്തെ വിഷയം വന്നാലും അയാൾ അതിന് കൂസൂല. അതിനൊക്കെ അയാൾക്ക് മനക്കരുത്തോടു കൂടി അതിനെ നേരിടും. നീ ആരടാ എന്ന് ചോദിക്കാനും കഴിയും. ആരടാന്ന് ചോദിച്ചാൽ ഞാനടാന്ന് പറയാനും സാധിക്കും. ഈ ധീരത, അയാൾ ഏത് രോഗാവസ്ഥയിലായാലും പറ്റ തളർന്നു കിടന്നാലും അയാളുടെ ധീരതക്കും ശൂരത്വത്തിനും മാറ്റം വരൂല. ധീരത അപ്പോഴും നിലനിൽക്കും. അതാണ് ചില തമാശക്കൊക്കെ പറയാറുണ്ട്, ഒരു ഹോട്ടലിലെ കാഷ്യറിൽ കൊണ്ടുപോയിട്ട് കാശിലിരുത്തിയത് 2 കാലും ഇല്ലാത്ത ഒരാളെയാണ്. അങ്ങനെ അയാളെ കാശിൽ ഇരിക്കുന്നത് കണ്ട പുറത്തുനിന്ന് കണ്ടാൽ ഇത് ഭയങ്കര ഗംഭീരായിട്ടുള്ള ആളാണ് എന്ന് തോന്നും ആർക്കും. അങ്ങനത്തെ ഒരു ഭാവമുള്ള ആളാണ്. 2 കാലും. അങ്ങനെ ഹോട്ടലിൽ എന്തോ ചില പ്രശ്നം ഉണ്ടായപ്പോൾ ഇയാൾ പറഞ്ഞു, ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് എണീച്ചാണ്ടല്ലോ. ഒറ്റ ചോദ്യമാണ്. അതിലെല്ലാവരും അങ്ങോട്ട് പേടിച്ചു. ഇയാൾക്ക് എണീക്കാനാവൂല, ശരിയാണ്. പക്ഷെ ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് എണീച്ചാണ്ടല്ലോ എന്നുള്ളതൊരു ധീരതയാണ്. ഈ ഷജാഅത്ത് അല്ലാഹു കൊടുക്കുന്ന അടിസ്ഥാനപരമായിട്ടുള്ള പ്രകൃതമാണ്. ഇത് ഒരാളിൽ മാറ്റാൻ കഴിയില്ല. എണീക്കാൻ കഴിയൂലെങ്കിലും പറയും, ഞാൻ ഇവിടുന്ന് എണീച്ചാ അങ്ങനെ ചെയ്യും. അതൊരു ധീരത, ഈ ഷജാഅത്ത്. ഇതുപോലെ ചില ആളുകൾക്ക് പേടിത്തൊണ്ടന്മാരാ.
അപ്പുറത്തുകൂടി വന്നത് കൊതുകാണെങ്കിൽ പോലും ഇയാൾ പേടിച്ചു പറഞ്ഞു. അത് ഇയാൾ ഇനിയിപ്പോ എത്ര വലിയ സ്ഥാനപതിയായിട്ടും കാര്യമല്ല. അപ്പൊ റബ്ബ് തആല ഓരോർക്ക് തന്ന പിന്നെ പ്രകൃതമുണ്ട്, അത് മാറ്റാൻ കഴിയില്ല. ചുരുക്കത്തിൽ മല മാറിയാലും മനുഷ്യൻ മാറൂല. ഇതാണ് ഈ ഹദീസിന്റെ പാഠം. അതുകൊണ്ട് അല്ലാഹു തആലയിൽ നിന്ന് ഓരോരുത്തർക്ക് കിട്ടിയത് നമ്മളത് ഉൾക്കൊള്ളുകയും ഉള്ളതിനെ നന്നാക്കി ട്രീറ്റ് ചെയ്ത് കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിലെ പാഠം. എല്ലാത്തിനും റബ്ബിന്റെ ഒരു കണക്കാക്കലുണ്ട്, റബ്ബിനൊരു വിഹിതം ചെയ്യലുണ്ട്. ഓരോരുത്തർക്കും ഓരോ അളവിൽ അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുണ്ട് എന്നുള്ള വസ്തുതയെ ആണ് ഈ ഹദീസ് നമുക്ക് തെര്യപ്പെടുത്തി തരുന്നത്. അല്ലാഹു നമ്മളെല്ലാവരെയും നല്ലവരാക്കട്ടെ. നമ്മുടെ സ്വഭാവം അല്ലാഹു തആല നന്നാക്കി തരട്ടെ. നല്ല പ്രകൃതത്തിന്റെ ആളുകളാക്കി അല്ലാഹു തആല നമ്മളെ നിലനിർത്തട്ടെ. നമ്മുടെ ദിവസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഖൈറായ ദിവസം അള്ളാനെ കണ്ടുമുട്ടുന്ന ദിവസമായി ഭവിക്കട്ടെ. നമ്മുടെ കർമ്മങ്ങളിൽ ഏറ്റവും ഖൈറായത് അന്ത്യനേരത്തുള്ള കർമ്മങ്ങളാക്കി തരട്ടെ. നമ്മുടെ കാലത്തിൽ നിന്ന് ഏറ്റവും നല്ല കാലം നമ്മുടെ അവസാന കാലമാക്കി തരട്ടെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.